അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഇല്ലാതെ 100% ഓൺലൈനായിട്ട് ഒരു പേപ്പർ പോലും സൈൻ ചെയ്യാതെ 20 രൂപയും 10 രൂപയും ഒക്കെ ഒരു ഓർഡറിന് ബ്രോക്കറേജ് ആയിട്ട് കൊടുത്തിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്താലോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറായ 5PAISAയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങൾ പലരും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. കുറേ പേര് തുടങ്ങിയിട്ടുള്ളവരും നമ്മളുടെ സബ്സ്ക്രൈബർമാരിലുണ്ട്. അവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് 5PAISA എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എങ്ങനെ ഒരു പുതിയ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും തുടങ്ങാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതൊരു ഡെമോൺസ്ട്രേഷൻ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾക്ക് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ട്രേഡിംഗ് അക്കൗണ്ടും വേണം. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കർമാർ പലതരത്തിലുള്ള ബ്രോക്കർമാരുണ്ട്. ഫുൾ സർവീസ് ബ്രോക്കർമാരെന്ന് പറഞ്ഞാൽ വളരെ ചാർജ് കൂടുതൽ എടുക്കുന്ന തരത്തിലുള്ള ബ്രോക്കർമാരുണ്ട്. അവർ കൺസൾട്ടേഷനൊക്കെ തരുമെങ്കിലും അവരുടെ ചാർജുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഈ 5PAISA പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർമാർ വന്നത്. വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ നല്ല രീതിയിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മളുടെ ട്രേഡിംഗ് നടത്താൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് 5PAISA എന്ന് എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാം. 2016 തുടങ്ങിയിട്ടുള്ള ഈ 5PAISA എന്ന് പറഞ്ഞ കമ്പനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയിട്ടുണ്ടാവില്ല. ഇന്നത്തെ ഡിസ്കൗണ്ട് ബ്രോക്കർമാരിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് ഈ 5PAISA. ട്രേഡർമാർക്ക് വളരെ നല്ല ഒരു പ്ലാറ്റ്ഫോമും പരമാവധി ഹാങ് ആവാത്ത തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിന് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അതുപോലെ തന്നെ 100% ഓൺലൈനായിട്ടുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. അതായത് ഒരു ഫോം പോലും സൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. 20 രൂപയാണ് ഇതിൻ്റെ ട്രേഡിങ്ങിനുള്ള ചാർജ്. ഫ്ലാറ്റ് ആയിട്ടുള്ള 20 രൂപയാണ്. അതുപോലെ തന്നെ ട്രേഡിങ്ങിന് അനുസരിച്ച് നമ്മളുടെ ട്രേഡിംഗ് രീതിക്ക് അനുസരിച്ച് അത് കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. വളരെ വലിയ രീതിയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അതിലും കുറഞ്ഞ രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ 5PAISA തരുന്നുണ്ട്. വളരെ കുറഞ്ഞ DP ചാർജസ് ആണ്. അതുപോലെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇല്ല. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾക്ക് ചാർജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും ചില മാസങ്ങളിൽ ട്രേഡ് ചെയ്യില്ല, ചില മാസങ്ങളിൽ ട്രേഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന മാസങ്ങളിൽ മാത്രം ചാർജ് കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ 5PAISAക്ക് ഉണ്ട് എന്നുള്ളത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ സ്മോൾ കേസ്, സ്മാർട്ട് ഇൻവെസ്റ്റർ, സ്വിംഗ് ട്രേഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അവരുമായിട്ട് ഒരു 100% കൊളാബറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്മോൾ കേസ് വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ 5PAISA വഴി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇൻ്റഗ്രേഷൻസും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇനി ഒരു ഡെമോൺസ്ട്രേഷൻ വഴി നമുക്ക് കാണിച്ചു തരാനായിട്ട് നോക്കാം. അക്കൗണ്ട് ഓപ്പണിങ്ങിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ ഇവയുടെ ഒരു ഫയലുകൾ അല്ലെങ്കിൽ ഇമേജുകൾ നിങ്ങളുടെ മൊബൈലിലോ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. 5PAISA മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്ത് സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അടുത്തതായിട്ട് വേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ മൊബൈൽ നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തുള്ള പ്രൊമോ കോഡും ടൈപ്പ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു OTP, വൺ ടൈം പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ആ OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് പറയും. ആ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP വരും. ആ OTPയും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക. പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ടും IFSC കോഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ടുള്ള കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട്
ഡിക്ലറേഷൻ സൈൻ ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിക്ലറേഷൻ സൈൻ ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കാം. അതിന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പ്ലാനുകൾ കാണാം. പ്ലാറ്റിനം ഓപ്ഷൻ, ടൈറ്റാനിയം ഓപ്ഷൻ, അങ്ങനെ പറഞ്ഞ് പല ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ചേരേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. പാൻ കാർഡും സിഗ്നേച്ചറും ആധാർ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം ഈ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഡെറിവേറ്റീവ്സിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഒക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻകം പ്രൂഫ്, അതായത് നല്ല ട്രാൻസാക്ഷനുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം 16 അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നിങ്ങളുടെ പാൻ കാർഡ് കയ്യിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പിൽ ഇ സൈൻ പ്രോസസ്സ് വഴി നിങ്ങളുടെ ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ശേഷം ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് 5paisയുടെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനുള്ളത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു പൈസ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ 20 രൂപ മാത്രം കൊടുത്ത് ഒരു ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യാനും ചെറിയ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ 5paisa തീർച്ചയായിട്ടും ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഉപയോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RupeeMonk സർവീസിനെ സമീപിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്താൽ അവർക്കും 5paisയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.